The Real FM 103.6. ശ്രദ്ധ. ഭാരതം കണ്ട ധിഷണാശാലികളിൽ പ്രഥമ സ്ഥാനത്തുള്ള ഡോക്ടർ BR അംബേദ്കറിൻ്റെ ജന്മദിനമാണിന്ന്. 1891 ഏപ്രിൽ 14 മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലെ മൗ എന്ന സ്ഥലത്താണ് ഭീംറാവു അംബേദ്കർ ജനിച്ചത്. ജാതീയത അതിൻ്റെ പാരമ്യത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ അധസ്ഥിതരായ മഹർ സമുദായത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. പീഡനങ്ങളും അവഗണനയും സഹനങ്ങളും നിറഞ്ഞതായിരുന്നു അംബേദ്കറിൻ്റെ ജീവിതം. സ്വന്തം ജീവിതാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരായ പോരാട്ടത്തിന് അദ്ദേഹം മുന്നിട്ടിറങ്ങി. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകി. ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ BR അംബേദ്കർ രാഷ്ട്രത്തിൻ്റെ ഭരണഘടന തയ്യാറാക്കുന്നതിൽ വഹിച്ച പങ്ക് നിസ്തുലമാണ്. തനിക്ക് ലഭിക്കുന്ന ഏതൊരു പദവിയും അധസ്ഥിത വർഗങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയുള്ളതാകണം എന്ന ആത്മാർത്ഥതയായിരുന്നു അംബേദ്കറിനെ നയിച്ചത്. ജനനത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതി നിർണയത്തിന് എതിരായിരുന്നു അംബേദ്കർ. ജാതിയുടെ പേരിലുള്ള അവശതകൾക്ക് പരിഹാരം കാണാൻ ഭരണഘടനയിലൂടെ അംബേദ്കർ ശ്രമിച്ചിട്ടുണ്ട് എന്ന് വിലയിരുത്തുന്നു നിയമവിദഗ്ധനും മുൻ പാർലമെന്റ് അംഗവുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. ഡോക്ടർ BR അംബേദ്കറെ ഭരണഘടനയുടെ ശില്പി, ഒരു പരിപാടി കടന്ന് ഭരണഘടനയുടെ പിതാവ് എന്നൊക്കെയാണ് വിശേഷിപ്പിക്കാറുള്ളത്. അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹം കടന്നു വന്ന പശ്ചാത്തലം, ഇതൊക്കെ നമുക്കെല്ലാം നന്നായി അറിയാം. അംബേദ്കർ അസാമാന്യമായ ബുദ്ധിയുള്ള പ്രതിഭാശാലിയായിരുന്നു. അതുകൊണ്ടാണ് ആ സാധാരണമായ പരിസ്ഥിതിയിൽ നിന്ന് ഉയർന്ന് അദ്ദേഹത്തിന് വലിയ പദവിയിലേക്ക് എത്താൻ കഴിഞ്ഞത്. അദ്ദേഹത്തെ എന്നും അലട്ടിയിരുന്ന പ്രശ്നം ജാതിയായിരുന്നു. ജനത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതി നിർണയത്തിൽ വലിയ വിഭാഗം ജനങ്ങൾ വലിയ തോതിൽ അവകാശ നിഷേധം സഹിക്കേണ്ടി വരുന്നു, പലതും അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നു. ഈ ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക, ജാതികൾ തന്നെ ഇല്ലാതാക്കുക എന്നത് അംബേദ്കർ ഏറ്റെടുത്ത വലിയ ദൗത്യമായിരുന്നു. അതിലേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ജാതിയുടെ പേരിലുള്ള അവശതയ്ക്ക് പരിഹാരമെന്നോണം ആ അവശതകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ മനുഷ്യർക്കും അന്തസ്, പ്രിയാമ്പിളിൽ ഡിഗ്നിറ്റി എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, അന്തസ്, അവസര സമത്വം, തുല്യത, ഇങ്ങനെയുള്ള മാനവികമായ ഗുണങ്ങൾ പ്രഘോഷിക്കുന്ന ഒന്നായി അംബേദ്കറുടെ ഭരണഘടന മാറി. അത് വലിയ സാമൂഹ്യ വിപ്ലവത്തിന് തുടക്കമായിരുന്നു. ആ വിപ്ലവം അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ജാതി ഇന്നും രാജ്യത്ത് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ആ ജാതിയുടെ പേരിലുള്ള അവശതകൾ ഗണ്യമായി കുറയ്ക്കുകയും ജാതി എന്നത് മാനവ മഹിമ നിർണയിക്കുന്നതിനുള്ള ഘടകം അല്ലാതാക്കി തീർക്കുകയും ജാതി ഒരു കണക്കിന് അത് അങ്ങനെ പരസ്യമായി പറയാൻ കൊള്ളാവുന്ന ഒരു കാര്യമല്ല എന്നൊരു ധാരണ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തത് അംബേദ്കറാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകൻ, മന്ത്രി, നിയമപണ്ഡിതൻ അതിനൊക്കെ അപ്പുറത്ത് അദ്ദേഹത്തെ ഒരു മഹർഷിയെ പോലെ ഇന്ത്യയിലെ വലിയ വിഭാഗം ജനങ്ങൾ ആദരിക്കുന്നതും ആരാധിക്കുന്നതും. മനുഷ്യന്റെ അന്തസ്സ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നും ഭരണഘടനയുടെ ധാർമ്മികത നിലനിർത്താനാണ് രാജ്യത്തെ ഓരോ പൗരനും ശ്രമിക്കേണ്ടത് എന്നും അംബേദ്കർ പറയുന്നു. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജ് ചരിത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ വിനിൽ പോൾ. ഇന്ത്യ ചരിത്രത്തിൽ നിരവധി പ്രതിഭകളെയും പണ്ഡിതന്മാരെയും പലതരത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തിയ നിരവധി വ്യക്തികളെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും സമകാലിക ഇന്ത്യയിലെ ജനങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും സാമൂഹ്യ രാഷ്ട്രീയ വിവേചനങ്ങളെയും നേരിടാൻ അംബേദ്കറുടെ എഴുത്തുകളോളം ശക്തി, അല്ലെങ്കിൽ അംബേദ്കറുടെ എഴുത്തുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഊർജ്ജത്തോളം മറ്റൊരു ഊർജ്ജവും നമ്മൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം വസ്തുതയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ വേളയിൽ അദ്ദേഹം വലിയ സംഭാവന ചെയ്ത ഒരു വ്യക്തി തന്നെയാണ്. നമുക്കറിയാം, വലിയ ഒരു കൂട്ടം പണ്ഡിതന്മാരുടെ നിരീക്ഷണത്തിലും ചർച്ചകളുടെയും അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ട ഒരു ബൃഹത്തായ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. കേരളത്തിൽ നിന്നുള്ള ദാക്ഷായണി വേലായുധൻ ഉൾപ്പെടെയുള്ള പ്രതിഭകളുടെ സംഭാവന നമ്മുടെ ഭരണഘടനയിൽ തെളിഞ്ഞു നിൽക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ വേളയിൽ ഏറ്റവും ശ്രദ്ധേയമായ സംഭാവന നൽകിയ വ്യക്തി അംബേദ്കർ തന്നെയാണ്. മൃഗത്തിന് മുകളിലാണ് മനുഷ്യൻ, മനുഷ്യത്വം, ജനാധിപത്യം എന്ന നിരീക്ഷണങ്ങൾ മുൻപോട്ട് വെക്കുകയും ഭരണഘടനയിലൂടെ അതെല്ലാ മനുഷ്യർക്കും ഒരേപോലെ വാഗ്ദാനം ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തിക്ക് ഉടമ കൂടെയാണ് ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്നത്. അദ്ദേഹവും വലിയ ഒരു പണ്ഡിത കൂട്ടവും കൂടെ ചേർന്നുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന തയ്യാറാക്കിയത്. പലതരം ചർച്ചകളിലും അദ്ദേഹമാണ് നേതൃത്വം കൊടുക്കുകയും അതിനോടനുബന്ധമായ ചോദ്യോത്തരവേളകളിൽ കൃത്യമായ ചില മറുപടികളും അതോടൊപ്പം തന്നെ നിരവധി റഫറൻസ്
റിപ്പോർട്ടുകളും മറ്റു രാജ്യങ്ങളിലും അല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ നിന്നുള്ള നിരവധി തെളിവുകൾ അദ്ദേഹം എടുത്തുകൊണ്ടാണ് അതിനെല്ലാം മറുപടി പറയുകയും എല്ലാവരെയും ഒരേപോലെ കാണുന്ന ഒരു ഭരണഘടന എഴുതുകയും സർവോപരി ഭരണഘടനയെ സംബന്ധിച്ച് അദ്ദേഹം മുൻപോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യന്റെ അന്തസ്സ് വളരെ പ്രധാനപ്പെട്ടതെന്നുള്ളൊരു കാര്യം അദ്ദേഹം മുൻപോട്ട് വെക്കുകയും എല്ലാവരും തുല്യരാണ് എന്നുള്ളൊരു കാര്യം അദ്ദേഹം മുൻപോട്ട് വെക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് തിരിച്ചറിയേണ്ടതും നമ്മൾ പാലിക്കേണ്ടതുമായിട്ടുള്ള അല്ലെങ്കിൽ അംബേദ്കർ ദിനത്തോടനുബന്ധമായുള്ള നമ്മുടെ ഏതൊരു ചർച്ചയിലും ഇതിനു ശേഷമുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തെയാണ്. ഭരണഘടനാ ധാർമ്മികത എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഭരണഘടന എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഭരണഘടനയെ മനസ്സിലാക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് കേവലമായി എന്തെങ്കിലും ക്രിമിനൽ കേസുകളോ കുറ്റകൃത്യങ്ങളോ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ അതിനെ പ്രതിരോധിക്കുന്നതിനും അല്ലെങ്കിൽ നമ്മൾ ചെയ്ത തെറ്റുകളെ ന്യായീകരിക്കുന്നതിനോ അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നതിനോ വേണ്ടി മാത്രം ആശ്രയിക്കുന്ന ഒരു ടെക്സ്റ്റ് എന്ന നിലയിലാണ് നമ്മൾ ഭരണഘടനയെ മനസ്സിലാക്കുന്നത് സമകാലിക ഇന്ത്യയിൽ. എന്നാൽ അതിനപ്പുറമായി ഭരണഘടന വിഭാവന ചെയ്യുന്ന ഒരു ഭരണഘടനയുടെ ധാർമ്മികത നമ്മളെല്ലാവരും തന്നെ പാലിക്കേണ്ടതാണ്. എല്ലാവരും തുല്യരാണ്, മനുഷ്യരാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ തിരിച്ചറിയുകയും എന്നെപ്പോലെ തന്നെയാണ് മറ്റുള്ള വ്യക്തി, ഏതൊരു ഇന്ത്യക്കാരനും എന്നെപ്പോലെ തന്നെ അവകാശങ്ങളും മനുഷ്യ അന്തസ്സുമുള്ള വ്യക്തിയാണ് എന്നൊരു തിരിച്ചറിവ് ഉണ്ടാകണം എന്നൊരു ചർച്ച അംബേദ്കർ ഈ ഭരണഘടനാ നിർമ്മാണ വേളയിൽ മുൻപോട്ട് വെക്കുന്നുണ്ട്. അദ്ദേഹം ഈ ഭരണഘടനാ നിർമ്മാണ വേളയിൽ തന്നെ അദ്ദേഹം തന്നെയാണ് വേണ്ടത് 3 വട്ടത്തോളം കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി എന്നുള്ള ടേം അദ്ദേഹം ഉപയോഗിക്കുന്നതായിട്ടാണ് പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകളായിട്ടുള്ള ആളുകളുടെ നിരീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഭരണഘടനയെ സംബന്ധിച്ച് നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രധാന വെല്ലുവിളിയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ കരിക്കുലങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ നമ്മളിത് പഠിപ്പിക്കുന്നില്ല. വിദ്യാഭ്യാസ മേഖലയിൽ ഇതുമായി ബന്ധപ്പെട്ട വളരെ ചെറിയ ചില നിമിഷങ്ങളിൽ മാത്രം പരിചയപ്പെടുത്തലുകൾക്കപ്പുറമായി ഭരണഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണെന്നും അംബേദ്കർ ഉൾപ്പെടെയുള്ള വലിയ പണ്ഡിതന്മാരുടെ സംഭാവനയിൽ എഴുതപ്പെട്ടത് നമ്മളെ നിലനിർത്തുന്നതും ഭരണഘടനയാണെന്നും നമ്മളെല്ലാവരും മനുഷ്യരാണെന്നുള്ളൊരു ബോധം നമുക്ക് തരുന്നതും ഭരണഘടനയാണ് എന്നൊരു കാര്യമൊന്നും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല എന്നൊരു പോരായ്മ നമ്മൾ നേരിടുന്നു. ഏഷ്യൻ സമൂഹത്തെയും ഇന്ത്യൻ സമൂഹത്തെയും നിരീക്ഷിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്ത പ്രമുഖ ചിന്തകരിൽ പ്രധാനപ്പെട്ടയാളാണ് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ സമൂഹത്തെ അതിൻ്റെ യാഥാർത്ഥ്യപൂർണമായ സാമൂഹിക സാമ്പത്തിക സാഹചര്യത്തിൽ വിലയിരുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. കോഴിക്കോട് സർവകലാശാല ചരിത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ MB മനോജ്. പല ചിന്തകന്മാരും ലോകത്തെ നിരീക്ഷിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഏഷ്യൻ സമൂഹത്തെയും ഇന്ത്യൻ സമൂഹത്തെയും നിരീക്ഷിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്ത പ്രമുഖ ചിന്തകന്മാരിൽ ഏറ്റവും പ്രസക്തിയുള്ള വ്യക്തിത്വമായി BR അംബേദ്കർ മാറിത്തീരുകയാണ് ചെയ്തത്. ഇന്ത്യൻ സമൂഹത്തെ നോക്കിക്കാണുന്നതിൽ അതിൻ്റെ ഏറ്റവും യാഥാർത്ഥ്യപൂർണമായ സാമൂഹിക സാമ്പത്തിക വീക്ഷണങ്ങളെ വിലയിരുത്തുവാൻ ഡോക്ടർ BR അംബേദ്കർ ശ്രമിച്ചു. യൂറോപ്യൻ സമൂഹങ്ങളെ നിരീക്ഷിച്ച കാൾ മാർക്സ് ഒരു വർഗ വിശകലന രീതിയാണ് മുന്നോട്ട് വച്ചത്. യൂറോപ്പിനെ സംബന്ധിച്ച് വർഗ വിശകലന രീതി കൂടുതൽ പ്രസക്തമായിരുന്നു. അതേസമയം ഇന്ത്യൻ സമൂഹം ഒരു വർഗ സമൂഹം മാത്രം ആയിരുന്നില്ല. വർണ്ണാശ്രമ ധർമ്മവ്യവസ്ഥയാൽ രൂപം കൊണ്ട ചാതുർവർണ്ണ്യവും ജാതി സമ്പ്രദായവും അവയിൽ അധിഷ്ഠിതമായ ഫ്യൂഡൽ അധികാര വ്യവസ്ഥകളും ജന്മി കുടിയാൻ സാമ്പത്തിക സാമൂഹിക ക്രമങ്ങളും അതോടൊപ്പം അടിമത്തവും നിലനിന്നിരുന്ന ഒരു മതാധിഷ്ഠിത വീക്ഷണം ഇന്ത്യൻ സമൂഹത്ത് നൂറ്റാണ്ടുകളോളം നിലനിന്നിരുന്നു. ഈ പൗരോഹിത്യ അധികാര ക്രമത്തിൽ വികസിച്ച സാമ്പത്തിക സാമൂഹിക ക്രമത്തെ ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ വിശകലന പദ്ധതി എന്ന നിലയിൽ രൂപപ്പെടുത്തുവാൻ ഡോക്ടർ BR അംബേദ്കർക്ക് സാധിച്ചു. ആ അർത്ഥത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച വീക്ഷണം ഇന്ന് ഏറ്റവും പ്രസക്തമായി മാറിയിരിക്കുകയാണ്. ആധുനിക ലോകക്രമം നവോത്ഥാന ശ്രമങ്ങളിലൂടെ രൂപപ്പെടുത്തിയെടുത്ത അതിൻ്റെ പുരോഗമന വീക്ഷണങ്ങളും പ്രവൃത്തിപഥവും വളരെ പതുക്കെ മങ്ങലേൽക്കുന്ന ഒരു വർത്തമാന കാലത്തിലാണ് നാം. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തെയും മതേതര സാമൂഹിക വീക്ഷണങ്ങളെയും സോഷ്യലിസത്തെയും നവോത്ഥാനത്തെയും തിരികെ പിടിക്കുക എന്നതാണ് പുതിയ കാലഘട്ടത്തിൽ അംബേദ്കർ ചിന്ത മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രസക്തമായ ലക്ഷ്യം എന്ന് പറഞ്ഞു കൊള്ളട്ടെ. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മിതിയിൽ ഡോക്ടർ BR അംബേദ്കർ പ്രദർശിപ്പിച്ച ശില്പചാതുര്യമാണ് അദ്ദേഹത്തെ ഭരണഘടനാ ശില്പി എന്ന പേരിന് അർഹനാക്കിയത്.
ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നായ ഇന്ത്യക്ക് ബൃഹത്തായ ഒരു ഭരണഘടന രൂപപ്പെടുത്തുന്നതിൽ ഡോക്ടർ BR അംബേദ്കർ വഹിച്ച പങ്ക് എക്കാലവും ഓർമ്മിക്കപ്പെടും. ശ്രദ്ധ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് C. മനോജ്. ആശയം നിർവഹണം C. കൃഷ്ണകുമാർ. ശ്രദ്ധ.